എല്ലാവർക്കും നമ്മുടെ വിയറ്റ്നാം സീരീസിൽ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ വിയറ്റ്നാമിൽ ഹലോങ് ബേ എന്ന് പേരുള്ളൊരു സ്ഥലത്ത് ഒരു ക്രൂയിസ് ബോട്ടിലാണ് കേട്ടോ ഉള്ളത്. രാവിലെ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഹനോയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഹലോങ് ഡയമണ്ട് ക്രൂസസ് എന്ന് പേരിട്ടേക്കുന്ന ഒരു ക്രൂസ് ബോട്ടാണ് കേട്ടത്. ഇന്നത്തെ ദിവസത്തെ ഇവരുടെ ആദ്യത്തെ ഗസ്റ്റ് ഞങ്ങളാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ വരാനായിട്ട് കുറച്ചുകൂടി സമയം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ക്രൂസ് ഒന്ന് കറങ്ങി കാണാൻ പോവാണ്. നല്ല വലിയൊരു ബോർഡ് റൂം കം ഡൈനിങ് ഏരിയ ആണ് താഴത്തെ നിലയിലുള്ളത്. ഇത് നല്ല രാജകീയമായിട്ടാണ് ഇവർ ഒരുക്കി വെച്ചേക്കുന്നത്. ഇതാണ് മേലിലെ നിലയിലെ മെയിൻ ഏരിയ. താഴത്തെ പോലെ തന്നെ ഭംഗി ഒട്ടും കുറയാത്ത രീതിയിലാണ് ഇവർ മേലിലെ നിലയും ഇന്റീരിയർ ചെയ്തേക്കുന്നത്. ഇത് സത്യത്തിൽ ലിക്കറും ബിയറൊക്കെ സെർവ് ചെയ്യണ ഒരു ബാർ ഏരിയയും കൂടിയാണ്. പിന്നെ ലിക്കർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ താഴത്തേക്കും എത്തിച്ചേരും. ഇത് ശരിക്കും ഒരു പ്രീമിയം ക്രൂസാണ് ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തേക്കുന്നത്. കുറഞ്ഞ റേറ്റിനൊക്കെ ക്രൂസുകൾ ഉണ്ടായിരുന്നെങ്കിലും ഫാമിലി കൂടെയുള്ള കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രീമിയം ക്രൂസിലേക്ക് തിരിഞ്ഞത്. ഒറ്റയ്ക്ക് ഫ്രണ്ട്സിൻ്റെ ഒക്കെ പറഞ്ഞെങ്കിൽ കുറേ അധികം കുറഞ്ഞ ഓപ്ഷൻസും അവൈലബിൾ ആയിരുന്നു. അതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ പിടിച്ചേനെ. ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്യാവുന്ന രീതിയിൽ 2 വലിയ സ്പീക്കറും അതുപോലെ തന്നെ ചെറിയൊരു പ്ലാറ്റ്ഫോം സ്റ്റേജെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ പാർട്ടി ഏരിയ എന്ന് പറയാം. മഴ പെയ്തതും കൊണ്ട് പുറത്തെ കോറിഡോറെല്ലാം അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞാണ് കിടക്കണത്. ഇനി നമുക്കൊന്ന് പൂൾ ഏരിയയും കൂടി കണ്ടുകൊണ്ടുവരാം. ചെറിയൊരു പൂളാണെങ്കിലും ഒരു ദിവസത്തെ പരിപാടി ആയതുകൊണ്ടൊക്കെ തന്നെ ഇത് തന്നെ മതിയാവും. ചെറിയൊരു മഴയും കൊണ്ടാണ് ഞങ്ങൾ ഈ ക്രൂസ് ബോട്ടിലേക്ക് കയറിയത്. ഇന്നിനി മഴയുടെ അവസ്ഥ എന്താണെന്നുള്ളത് കണ്ടറിയണം. മേലിലെ നിലയിൽ മുമ്പിൽ തന്നെയായിട്ടൊരു സിറ്റിംഗ് ഏരിയയും കൂടി ഉണ്ട്. ചെറുതാണെങ്കിലും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഇതും ഒരുക്കി വെച്ചേക്കണത്. ക്രൂസിന്റെ ഏറ്റവും മേലിൽ നിന്നുള്ള കാഴ്ചയാണ്ടത്. ഇവിടെ വിയറ്റ്നാമിന്റെ കൊടിയും അതുപോലെ തന്നെ സിഗ്നൽ സംവിധാനവും ബാക്കി എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ വലിയൊരു സിറ്റിംഗ് ഏരിയയും അറേഞ്ച് ചെയ്തേക്കാണ്. ഇത് കണ്ടിട്ട് വെയിലും മഴയൊന്നും ഇല്ലെങ്കിൽ മിക്കവാറും എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ ആയിരിക്കാനായിട്ടാണ് സാധ്യത കൂടുതൽ. വുഡൻ ഫിനിഷിലുള്ള ഫ്ലോറിങ്ങും അതേ പാറ്റേണിൽ തന്നെയുള്ള ഫർണിച്ചറും എല്ലാമായിട്ട് ഇവിടെയും നല്ല ഭംഗിയായിട്ടാണ് ഒരുക്കി വെച്ചേക്കുന്നത്. നമ്മുടെ ക്രൂസ് ബോട്ടിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന വലിയൊരു ക്രൂസ് ബോട്ടാണ് ഈ കാണുന്നത്. 4 നിലയും അത്യാവശ്യം നല്ല നീളവുമുള്ള ഒരു വലിയ ക്രൂസാണ് ഇത്. ഞങ്ങളുടെ ഇതൊരു 1 ഡേ ക്രൂസ് ആണെന്നുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ ക്രൂസ് പോണ കുറേയധികം ബോട്ടുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾക്ക് പിന്നെ സമയക്കുറവുള്ളതും കൊണ്ട് കാര്യമായിട്ട് അതിനെപ്പറ്റിയൊന്നും അന്വേഷിച്ചിരുന്നില്ല. ഈ പേരിൽ നിന്ന് തന്നെ കുറേയധികം ക്രൂസുകൾ ഏകദേശം ഈ സമയത്തൊക്കെ തന്നെ പുറപ്പെടാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ കുറച്ചു നേരം ക്രൂസൊക്കെ ഒന്ന് കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങളുടെ ഒപ്പം വരാനായിട്ടുള്ള ബാക്കി ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി. വന്ന ഗസ്റ്റുകളെല്ലാം ഒന്ന് സെറ്റിലായി തുടങ്ങിയതോടുകൂടി ക്രൂസിലെ സ്റ്റാഫുകൾ വെൽക്കം അഡ്രസ്സ് പറഞ്ഞു തുടങ്ങി. ഇന്ന് എവിടെയൊക്കെ പോകും, എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളത്, അതിൽ ട്രക്ക് ചെയ്യേണ്ടത്, സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയാണ് ഇവരിപ്പോൾ പറയണത്. ഇവരുടെ പ്രസൻറ്റേഷൻ്റെ ഇടയിൽ തന്നെ സ്റ്റാഫുകൾ വന്ന് വെൽക്കം ഡ്രിങ്കുകൾ സെർവ് ചെയ്ത് തുടങ്ങി. വെൽക്കം ഡ്രിങ്കിന് പകരം ബിയർ വേണ്ടവർക്ക് അതും റെഡിയാണ് ട്ടാ. എല്ലാവരും വെൽക്കം ഡ്രിങ്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങിയെന്നുള്ള അനൗൺസ്മെൻറ്റും വന്ന്. ഇനി ഹലോങ് ബേനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഹലോങ് ബേ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. 1994 ഹലോങ് ബേനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയത്. ഇവിടെ മെയിനായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്രൂസ്, പിന്നെ കയാക്കിംഗ്, ബീച്ചുകൾ, കേവുകൾ, ഹൈക്കിംഗ്, സ്കൂബ ഡൈവിംഗ്, അതുപോലെ തന്നെ റോക്ക് ക്ലൈമ്പിംഗ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. കടലിൽ പൊന്തി നിൽക്കുന്നതെല്ലാം ലൈം സ്റ്റോണിൻ്റെ ഐലൻഡുകളാണ്. ഈ ഐലൻഡുകളിലെല്ലാം എവർഗ്രീൻ ഫോറസ്റ്റുകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ അറ്റത്ത് നിരന്ന് നിൽക്കുന്നതെല്ലാം ഈ പറഞ്ഞ ലൈം സ്റ്റോണിൻ്റെ ഐലൻഡുകളാണ്. ഈ പരിസരത്തേക്കൊക്കെ എത്തിയപ്പോഴേക്കും ആകാശമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ പോലെ മഴ പണിയേരാണ്ടിരുന്നാൽ മതിയായിരുന്നെന്നാണ് ഇപ്പോഴത്തെ ചിന്ത. ഇവിടെയുള്ള ക്രൂസുകൾ മിക്കതും ഫിക്സഡ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് കേട്ടോ ഫോളോ ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോണ ആദ്യത്തെ സ്റ്റോപ്പിലും വേറെയും കുറേ ക്രൂസുകൾ ഉണ്ടാവും. സുങ് സോട്ട് കേവ് എന്ന് പേരുള്ള ഒരു ഗുഹയാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സ്റ്റോപ്പ്. ഞങ്ങളുടെ ക്രൂസ് ബോട്ട് ഇപ്പോൾ ഏകദേശം അതിൻ്റെയൊക്കെ അടുത്തേക്ക് എത്തി തുടങ്ങി. ഈ ഗുഹയിലെ വിസിറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോണ ഒരു ബോട്ടാണ് ഈ കാണുന്നത്. രാവിലെ തന്നെ ആയ കാരണം വലിയ തിരക്കൊന്നുമില്ലാണ്ട് നമുക്ക് നന്നായിട്ട് അത് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ക്രൂസിലെ ഗൈഡ് പറയണത്. ദൂരത്തുനിന്ന് തന്നെ വേറെയും കുറേ ക്രൂസുകൾ അവിടെ കിടക്കണത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടൂറിസ്റ്റുകളെ ഈ കാണുന്ന സൈഡിൽ ഇറക്കിയിട്ട് ബോട്ടുകൾ തൊട്ടപ്പുറത്തെ സൈഡിൽ വെയിറ്റ് ചെയ്യും. അതായത് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഈ ഗുഹയിലേക്കൊക്കെ കയറി കുറച്ച് നടന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ വേണം എക്സിറ്റ് ചെയ്യാൻ. ആ എക്സിറ്റ് ചെയ്യണോടത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ട് കാണാൻ പറ്റുമെന്നാണ് ഇവർ പറയണത്. ക്രൂസ് ഐലൻഡിലേക്ക് എത്തിയതോടുകൂടി ആളുകൾ ഇറങ്ങി തുടങ്ങി. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒപ്പം ഒരു ഗൈഡും കൂടി വരും. ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഡ്രസ്സുമ്പോൾ ഡയമണ്ട് ക്രൂസിൻ്റെ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഇവിടെ നിന്നുള്ള എൻട്രി. ഹലോങ് ബേയിലെ ഏറ്റവും വലിയ ലൈം സ്റ്റോൺ കേവാണ് കേട്ടത്.
ഏകദേശം 12,000 സ്ക്വയർ മീറ്ററാണ് ഈ കേവിൻ്റെ വിസ്തൃതി. നമ്മൾ ക്രൂസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 25 മീറ്റർ മേലിലേക്ക് കയറിയിട്ട് വേണം ഗുഹയുടെ എൻട്രൻസിലെത്താൻ. 1901 ഒരു ഫ്രഞ്ച് ട്രാവലറാണ് ഈ കേവ് കണ്ടുപിടിച്ചത്. ചെറിയൊരു എൻട്രി വഴിയാണ് ഗുഹയുടെ അകത്തേക്ക് കയറുന്നതെങ്കിലും അകത്തേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. മിക്കവാറും എല്ലാ കേവുകളിലും കാണുന്നത് പോലെ തന്നെ പല സ്ഥലങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജീവികളുടെയൊക്കെ സാദൃശ്യമുണ്ടെന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെയും ഉണ്ട് കേട്ടോ. ചിക്കനും വുൾഫും പോലെയുള്ള രൂപങ്ങളൊക്കെ നമ്മുടെ ഗൈഡും കാണിച്ചു തന്നെയുണ്ട്. നന്നായിട്ടാണ് ഇതിൻ്റെ അകമൊക്കെ ലൈറ്റപ്പ് ചെയ്തേക്കണത്. ഇതിന് സർപ്രൈസ് കേവ് എന്നുള്ളൊരു വിളിപ്പേരും കൂടി ഉണ്ട് കേട്ടോ. ഈ കേവിൻ്റെ പേര് വിയറ്റ്നാമീസിൽ സുങ് സോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് എന്നാണ് അർത്ഥം. ഈ ചേംബറിൻ്റെ സീലിങ്ങിന് താഴ്ത്തുന്ന ഏകദേശം 30 മീറ്റർ പൊക്കത്തിലാണുള്ളത്. കുറേയധികം വിളക്കുകൾ അടുപ്പിച്ച് വെച്ചേക്കണ മാതിരിയത്തെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ സീലിങ്ങിന്. ഈ ഗുഹ ശരിക്കും 2 ചേംബറുകളായിട്ടാണുള്ളത്. ആദ്യത്തെ ചേംബർ വെയിറ്റിംഗ് ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് കിടന്ന് ഇത്രയും സ്ഥലത്തൊന്നും അധികമൊന്നും വവ്വാലുകളെ കണ്ടില്ലായിരുന്നു. സാധാരണയായിട്ട് വവ്വാലുകൾ കൂടുതലായിട്ടുള്ള ഗുഹകളിലേക്ക് കയറുമ്പോൾ മേലിലേക്ക് നോക്കരുതെന്നും മേലിലേക്ക് നോക്കി വായ തുറക്കരുതെന്നൊക്കെ ഗൈഡുമാർ പറയാറുണ്ട്. ഇവർ മേലിൽ നിന്ന് തൂങ്ങിക്കിടന്ന് കാഷ്ടിക്കണത് തന്നെയാണ് പ്രശ്നം. അതുപോലെ തന്നെ വവ്വാലുകൾ കൂടുതലായിട്ടുള്ള ഗുഹകളിൽ എല്ലാ സ്ഥലത്തും ഐറ്റങ്ങളുടെ കാഷ്ടവും അതുപോലെ തന്നെ വല്ലാത്ത മണവും ഉണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയൊന്നും കണ്ടില്ലായിരുന്നട്ടാ. രാവിലെ തന്നെ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞാണ് ഗൈഡ് കൊണ്ടുവന്നെങ്കിലും ഇവിടെ അത്യാവശ്യത്തിന് നല്ല തിരക്കായിട്ടുണ്ട് ഇപ്പം. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ഡേ ക്രൂസുകളുടെയും ആദ്യത്തെ സ്റ്റോപ്പ് ഇത് തന്നെയായിരിക്കും. പിന്നെ ഈ ഗുഹയ്ക്ക് വിയറ്റ്നാമീസ് നാടോടി കഥകളായിട്ടും കൂടി ഒരു ബന്ധമുണ്ട്. ഈ നാടിനെ അധിനിവേശക്കാരിൽ നിന്ന് രക്ഷിച്ച തൻ ഗിയോങ് എന്ന് പറഞ്ഞൊരു ഹീറോ ആയിട്ട് ബന്ധപ്പെട്ടായിട്ടാണ് ഈ കഥ. ഈ ഗുഹയുടെ അകത്തുള്ള രൂപങ്ങൾക്ക് പലതിനും യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുതിരകളും വാളുകളൊക്കെ ആയിട്ടുള്ള സാദൃശ്യം ഉണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. കേവിൻ്റെ 2ാമത്തെ ചേംബറാണ് മെയിൻ ഹോൾ എന്നറിയപ്പെടുന്ന സ്ഥലം. കുറേ അധികം ആളുകളെ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയണ അത്രയും ഉള്ള ഏരിയ ഉണ്ട് ഇത്. ഇതിൻ്റെ അകത്തേക്കൂടെ നടക്കാനായിട്ടുള്ള പാത്വേ എല്ലാം ഗുഹയുടെ രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റൊക്കെ ചെയ്ത് കല്ല് വിരിച്ച് ചെറിയ കൈവരിയൊക്കെ വെച്ചാണ് ചെയ്തേക്കണത്. നമ്മൾ ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഹലോങ് ബേയിലേക്കുള്ളൊരു വ്യൂ പോയിൻ്റാണ്. കാര്യം വലിയ ഹൈറ്റിലൊന്നും അല്ലെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വന്ന ഏരിയയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹലോങ് ബേയുടെ ഈ ഒരു ഭാഗം ബാക്ക്ഗ്രൗണ്ടായിട്ട് മിക്കവാറും എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണിത്. ഞങ്ങളും ഇവിടെ നിന്ന് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങളുടെ ഗൈഡ് ഇറങ്ങിയതിൻ്റെ പുറകെ ഞങ്ങളും പയ്യെ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങി.
താഴത്ത് കുറച്ച് ക്രൂസ് ബോട്ടുകളൊക്കെ കിടക്കണ സ്ഥലത്ത് എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോട്ട് കണ്ടുപിടിക്കാൻ. മലയുടെ താഴത്തെത്തി ക്രൂസിൽ കയറി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു അട്രാക്ഷനിലേക്കാണ് ഞങ്ങളിപ്പോൾ പോണത്.